യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും കണ്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. സ്വീറ്റ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഐറ്റം തന്നെയാണിത്. അതിനായിട്ട് നമുക്ക് ആവശ്യം കുറച്ച് ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി, പിന്നെ പാല്, പഴം, കപ്പലണ്ടി, നെയ്യാണ് കേട്ടോ. ഞാനിത് ഒരുപാട് നാളായിട്ട് ഉണ്ടാക്കണം എന്ന് കരുതി ഉണ്ടാക്കിയ ഒരു ഐറ്റമാണിത്. ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. ഞാൻ പൊതുവേ ഒരു സ്വീറ്റ് ലവർ ആയതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു യെല്ലോയിഷ് കളറിലാകുമ്പോഴത്തേക്ക് ചെറുതായിട്ട് വെന്ത് നല്ല ഒരു പരുവത്തിലായി വരുന്ന സമയം നമുക്ക് കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലോട്ട് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കരയും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കരിയാതെ നോക്കണം, അടുക്കി പിടിക്കാതെ നോക്കണം. ഈ ശർക്കരയും പഴവും കൂടി മിക്സ് ചെയ്ത് കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി രസമാണ്. പിന്നെ ഇതിലോട്ട് നമുക്ക് ഏലക്ക ആഡ് ചെയ്യാം. ഞാൻ ഏലക്ക യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാലും കൂടി യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്ന ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയി, അപ്പോൾ അതുകൂടി ആഡ് ചെയ്യുന്നത് ചേർക്കുമ്പോൾ ഒരു കട്ടി കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് കപ്പലണ്ടി കൂടി ആഡ് ചെയ്യാം. ഫൈനലി എൻ്റെ കൂടെ പപ്പടം കൂട്ടിയാണ് തിന്നേണ്ടത്. അപ്പോൾ ഇതാണ് ഗൈസ്.